മോളെ, ഗോപാലകൃഷ്ണൻ പറയുന്നതിലും കാര്യമില്ലേ? ഗോപാലകൃഷ്ണൻ പറയുന്നതിലോ കുഞ്ഞമ്മ പറയുന്നതിലോ? എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുഞ്ഞമ്മയ്ക്ക്? മോളെ, അത് വേറൊന്ന് വിചാരിച്ചല്ല. ഇന്ന് നടക്കുമെന്നോ എന്ന് നടക്കുമെന്നോ ഒന്നും ആലോചിച്ചല്ല. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. എന്നായാലും വേണ്ടതല്ലേ? ഇപ്പൊ തന്നെ വൈകി. വൈകട്ടെ, എത്ര വേണമെങ്കിലും വൈകട്ടെ എന്ന് കരുതി എടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് തീരുമാനമാണ്? അമ്മയുടെ അവസ്ഥ അറിയാലോ. എത്രയും പെട്ടെന്ന് മോൾക്കൊരു തുണ വേണോന്നേ കുഞ്ഞമ്മ ആഗ്രഹിച്ചുള്ളൂ. മോളുടെ കല്യാണം നടക്കണമെന്നും ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണമെന്നും അമ്മയ്ക്ക് കാണില്ലേ ആഗ്രഹം. അതിങ്ങനെ സമയമായിട്ടില്ലെന്നും പറഞ്ഞ് ഇനി ഇങ്ങനെ നീട്ടരുത്. എനിക്കൊരു ജീവിതം ഉണ്ടാവാൻ കുഞ്ഞമ്മ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൊരു കാര്യം. എനിക്കൊരു വിവാഹം ഉണ്ടാവുമെങ്കിൽ അന്ന് അവിടെ എൻ്റെ അച്ഛനുണ്ടാവണം, അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതുണ്ടാവുമെന്ന് എനിക്ക് എന്ന് തോന്നുന്നുവോ അന്ന് മുതൽ മതി എനിക്ക് വേണ്ടിയുള്ള വിവാഹാലോചന. CF നമ്പർ 21/194. ഡിസംബറിലല്ലേ? ആ, ഞാൻ ഇന്ന് തന്നെ വിളിക്കാം. സാർ, എന്താടോ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ബ്രോക്കർ കുമാരൻ എന്നാ പറഞ്ഞത്. വരാൻ പറ. നമസ്കാരം സാർ. എന്താ? സാറിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ പേര് കുമാരൻ. ബ്രോക്കർ കുമാരൻ എന്ന് പറഞ്ഞാൽ അറിയും. ഞാൻ അലക്സച്ചായൻ്റെ കൂടെ. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? കുറച്ച് ദിവസമായിട്ട് കണ്ണിൻ്റെ പോള അടയ്ക്കാൻ പറ്റുന്നില്ല സാർ. അതിന് ഞാൻ എന്ത് വേണോടോ? താൻ പോയി വല്ല ഡോക്ടറെ കാണും. അതല്ല സാറേ, മനസ്സിനെന്തോ ഒരു വല്ലാത്ത വിഷമം പോലെ. എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല സാറേ ആ കാഴ്ച. അതാരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും സാറേ. ഏത് കാഴ്ചയുടെ കാര്യമാണ് താൻ പറയുന്നത്? കൊല്ലുന്ന ആ കാഴ്ച. കൊല്ലുന്ന കാഴ്ച? ആരെ കൊല്ലുന്ന കാഴ്ച? അത് നമ്മുടെ അലക്സച്ചായനെ. സത്യമാണോ? അതെ സാറേ, അച്ചായനെ കൊല്ലുന്നത് ഞാൻ കണ്ടതാ. ആരാ കൊന്നത്? അതെനിക്കറിയില്ല സാറേ. ആ ആളെ എനിക്കത്ര പരിചയം പോരാ. എവിടെ വെച്ച അയാൾ അച്ചായനെ കൊന്നത്? അച്ചായൻ ഈയിടെ ഒരു പുതിയ കെട്ടിടം വാങ്ങില്ലേ, ഏതോ ഒരു കമ്പനിയുടെ അതിനകത്ത് വെച്ച. രാത്രിയിൽ ഏകദേശം ഒരു 10 മണിയായി കാണും. താ എന്തിനാ ആ നേരത്തെ അവിടെ പോയത്? അത് ഞാനും അച്ചായനും തമ്മിൽ ഇത്തിരി ചില്ലറയുടെ കണക്കുണ്ടായിരുന്നു. അത് സാറിന് അറിയുന്നല്ലേ.
ആ പ്രൊഫസറുടെ മകളുടെ കല്യാണം മുടക്കിയതിന്റെ വകയിൽ അച്ചായൻ ഇത്തിരി ചില്ലറോടെ ഇങ്ങോട്ട് തരാനുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം ഒന്ന് ചോദിച്ചപ്പോ അന്ന് രാത്രി ആ കെട്ടിടത്തിലേക്ക് ചെല്ലാനാ പറഞ്ഞ്. അങ്ങനെയാ ഞാൻ അവിടെ പോയെ. ചെല്ലുമ്പോ കാണുന്ന കാഴ്ച. താൻ എന്നിട്ട് ആ കാഴ്ച കണ്ടുണ്ടെങ്കിൽ നിന്നോ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സാറേ? വിളിച്ചുകൂവി ആളെ കൂട്ടാന്ന് വെച്ചാ ആ പരിസരത്തൊന്നും ഒരു കുഞ്ഞുപോലും ഇല്ല. വിളിച്ചുകൂവിയിട്ട് ആരും വന്നില്ലെങ്കിൽ അതോടെ എന്റെ കഥയും തീരും. പിന്നെ താൻ എന്താ ചെയ്ത്? ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ജീവനും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി സാറേ. ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ 1-2 ദിവസമായിട്ട് അതാ ഞാൻ സാറിനോടെങ്കിലും പറയാന്ന് വെച്ച്. തനിക്കപ്പോ കൊന്നതാരാണെന്ന് അറിയില്ല അല്ലേ? ഇല്ല സാറേ, എവിടെയും കണ്ട് പരിചയം തോന്നുന്നില്ല. ഇനി അയാൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയോ? അത് ചിലപ്പോ കഴിയും അല്ലേ? ചിലപ്പോ. എങ്കിൽ താൻ കുറച്ചു നേരം പുറത്തിരിക്കും. ഓ സാർ. ഹലോ. ആ, കൃഷ്ണകുമാറല്ലേ? അതെ. ഇത് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ വിശ്വനാഥൻ. എന്താ സർ? തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. എന്തിനാ സർ? ആ, വിശേഷമൊക്കെ നേരിട്ട് പറയാം. താൻ പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വാ. അല്ല സർ, അത് ഞാനിപ്പോൾ ഓഫീസൊന്നും ആരും എടുത്തോണ്ട് പോയില്ലടോ. താൻ വേഗം വന്നാൽ മതി. മേ ഐ കമിൻ സർ? ആ, താൻ വന്നോ? വാ വാ, ഇരിക്ക. ഹക്കിമേ, സാർ. അയാളെ കൊണ്ട് വിളിക്കുക. ശരി സാർ. എന്താ സർ? എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ഹാ, വെറുതെ വയ്ക്കാതെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ആ, ഇയാളെ താ അറിയോ? ഇല്ല സർ. എവിടെയെങ്കിലും വെച്ച് ഇയാളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരിചയം തോന്നില്ല സർ. തീരെ തോന്നുന്നില്ല? ഇല്ല. താ അറിയോ ഇയാളെ? ഓ, എങ്ങനെ അറിയാം? കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അലക്സ് അച്ചായന്റെ പുതിയ കമ്പനിക്കകത്ത് വെച്ച്. എന്ന്? അലക്സ് അച്ചായൻ കൊല്ലപ്പെട്ട രാത്രി. നോ സർ, കള്ളമാണ് സർ ഇയാൾ പറയുന്നത്. പച്ച കള്ളമാണ്. ഞാൻ പറഞ്ഞില്ലേ സർ, ഞാൻ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ഇയാൾ പറഞ്ഞ സ്ഥലം ഞാൻ അറിയ പോലുമില്ല സർ. പച്ച കള്ളമാണ് സർ ഇയാൾ പറയുന്നത്. അല്ല, ഇയാളെ ഞാൻ കണ്ടതാ. അന്ന് രാത്രി അവിടെ വെച്ച് ഇയാളെ ഞാൻ കണ്ടതാ. ഇയാള് തന്നെ അത്, എനിക്ക് ഉറപ്പാ. ഞാനവിടെ ചെല്ലുമ്പോൾ ഇയാൾ അച്ചാനുമായി എന്തോ പറഞ്ഞ് വാക്ക് തർക്കത്തിലായി. പിന്നെ അത് ഒന്നും തള്ളുവായി. ഒടുവിൽ ഇയാൾ അച്ചായനെ സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അച്ചായനെ പറയടാ. അച്ചായനെ ഇയാൾ ഒരു കമ്പി എടുത്ത് കുത്തി. നോ, ഇല്ല സർ, അത് ഞാനല്ല. ഇയാൾക്ക് ആള് തെറ്റിയതാ. ഞാൻ അവിടെ പോയിട്ടുമില്ല, ആരെയും കൊന്നിട്ടുമില്ല സർ. എന്നെ വിശ്വസിക്കണം സർ, പ്ലീസ്. നീ കൊന്നിട്ടില്ല അല്ലടാ സർ. ദൃക്സാക്ഷി സർ, നീയാണ് കൊന്നത് എന്നതിന് വ്യക്തമായ തെളിവ്. ഇനി എന്താണ് വേണ്ടത് നിനക്ക്? പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും സർ. നീയല്ലടാ അച്ചായനെ കൊന്നത്? അല്ല, അയാൾ പറഞ്ഞ കള്ളമാണ്. പറയടാ, നീയല്ലേ
അച്ഛനെ കൊന്നത്? സാർ എനിക്കറിയില്ല. സാർ നീ അച്ഛനെ കൊന്നത്? സാർ സാർ എനിക്കറിയില്ല സാർ. സാർ ഞാനല്ല സാർ, എനിക്കറിയില്ല സാർ. സാർ പറയടാ, സാർ നീലടാ അച്ഛനെ കൊന്നത്? എനിക്കറിയില്ല. പറയടാ, പറയാൻ. ഹലോ, ആരാ? സാറമ്മ ചേട്ടത്തിയാണോ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ വിശ്വമാണ്. വില്ലുണ്ടോ അവിടെ? ആ, കൊടുക്കാം. ആ, വിശ്വമാണ്. ഹലോ അങ്കിൾ, വില്യാണ്. ആ, വില്യം. നമ്മൾ അന്വേഷിച്ച് നടന്നവനെ ഇന്ന് കൈ കിട്ടി. അധികം കഷ്ടപ്പെടാതെ തന്നെ. ആരാ അങ്കിൾ? മോൻ്റെ ഡാഡിയെ കൊന്നവനെ. സത്യമാണ് അങ്കിൾ? അതെ, അവനിവിടെ ഉണ്ട്. ആരാ? ആരാ അവൻ? പറയങ്കിൾ. എന്റെ ഡാഡിയെ കൊന്നവൻ ആരാ? പറയേ. വില്യം ഇങ്ങോട്ട് വാ, അവനെ നേരിട്ട് കാണാം. അതല്ലേ നല്ലത്. ഞാൻ വരാം. എനിക്ക് കാണണവനെ ഇപ്പൊ തന്നെ. ആരാ മോനെ? എന്താ വിശ്വം പറഞ്ഞത്? അവനെ കിട്ടിയെന്ന്, എന്റെ ഡാഡിയെ കൊന്നവനെ. എന്റെ കർത്താവേ, ആരാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, കസ്റ്റഡിയിലുണ്ട്. നേരിട്ട് വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പോവും അവനെ കാണാൻ. വില്യം, ഞാനും വരാം. മാറ. വില്യം, വണ്ടി എടുക്ക്. വില്യം നിൽക്ക്. വില്യം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വില്യം, എവിടെ അങ്കിൾ? എവിടെ അവൻ? എന്റെ ഡാഡിയെ കൊന്ന ബഹളം വെക്കാതെ. നോ, എനിക്കവനെ കാണണം. എനിക്കവനെ കണ്ടേ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ, കൂൾ ഡൗൺ, കം ഓൺ. ദാ, ഇവൻ? അതെ, കിച്ചു എന്ന കൃഷ്ണകുമാർ. എടാ, നീയാണ് എന്റെ ഡാഡിയെ. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ ഞാൻ വിട്. നോ വില്യം, ടാ, വില്യം, നിന്നെ ഞാൻ വച്ചേക്കോളാ. പ്ലീസ്. എന്നെ വിടാൻ. വരാൻ, വിടാനാ പറഞ്ഞേ. എന്നെ വിടാൻ. വരാൻ, അങ്കിൾ, വരാനാ പറഞ്ഞെ. എടാ നിന്നെ ഞാൻ പറയുന്നത് അങ്കിൾ കേൾക്ക്. വിടാൻ. പ്ലീസ് അങ്കിൾ. അങ്കിൾ, വില്യം, പ്ലീസ്, എന്നെ വിടാൻ കൂൾ ഡൗൺ, പറഞ്ഞെ. കൂൾ ഡൗൺ, അവനെ കൂൾ ഡൗൺ. കൊല്ലും. കൊന്നത് അവൻ തന്നെയാണെന്ന് ഉറപ്പാണോ? ഡോ, അവനെയും കൊണ്ടോ. ദാ, ഇവനാണ് വിറ്റ്നസ്. സത്യമാണോടോ? അതെ അവൻ തന്നെയാണ് എന്റെ ഡാഡിയെ കൊന്നതെന്ന് ഉറപ്പുണ്ടോ എനിക്ക്? അതെ. പോടാ. വില്യം, എന്താ ഇത്? എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. വലിയ സമാധാനമായിട്ടിരിക്കും. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവൻ എനിക്ക് കിട്ടണം. തരാൻ പറ്റും അങ്കിളിന്. വെറുതെ വിഡിത്തം പറയാതെ. കാര്യങ്ങൾ എത്രത്തോളം ആയില്ലേ? ഇനിയല്ല എളുപ്പമാണ്. വില്യം, ധൈര്യമായിട്ടിരിക്കും. കെട്ടി ഒരുങ്ങി പോണണ്ടപ്പോ ഞാൻ കരുതി പറഞ്ഞ കാശുമായിട്ട് സുഖു വരൂന്ന്. കൈയും വീശി വരുന്ന ആരറിഞ്ഞു? ഭദ്രേട്ടനായതുകൊണ്ട് ക്ഷമിച്ചു, അല്ലെങ്കിൽ കാണായിരുന്നു. ഏട്ടത്തിയുടെ അച്ഛൻ പൈസ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഹോസ്പിറ്റലിൽ കുറച്ചധികം പൈസ ചെലവായതുകൊണ്ട് കുറച്ചു ദിവസത്തെ അവധിയല്ലേ ചോദിച്ചുള്ളൂ. മിണ്ടാതിരിക്കടി. അങ്ങേരുടെ അവധി വരെ കാത്തിരിക്കാനുള്ള കാശ് നീ കൊടുക്കുവോ? വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു.
കിട്ടൂന്ന് എനിക്കൊരു വിശ്വാസമില്ല. കല്യാണിയുടെ അച്ഛൻ മനസ്സ് വെച്ചാ തരാനൊക്കെ പറ്റുമായിരുന്നു. തരില്ലാന്ന് തന്നെ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെന്ത് ചെയ്യും? എന്തിനാ മറ്റുള്ളവരെ പറയുന്നത്? നമ്മുടെ സുഗുനെ പറഞ്ഞാ മതി. ചോദിച്ചു വാങ്ങാനുള്ള കഴിവില്ല, അത് തന്നെ കാര്യം. ഒരവധി പറഞ്ഞപ്പോ അതും കേട്ടിങ്ങ് പോന്നു. എന്തായാലും പറ്റിപ്പോയത് ഞങ്ങൾക്കാ. ഭദ്രേട്ടൻ അവിടെ ചെന്ന് പറയുമ്പോ ഇനി അയാൾ എന്താണാവോ പറയുന്നേ? എന്റെ കൃഷ്ണ, ഇനി ഇവളുടെ അച്ഛൻ പറഞ്ഞ അവധിയും കൂടി തെറ്റിക്കോ? എന്തൊരു കഷ്ടമാണ്. ചേച്ചി, സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. വെറുതെ ഇരുന്ന് വെട്ടി വിഴുങ്ങല്ലേ? വയറ്റി പിടിക്കാത്ത വല്ല അകത്ത് നിന്ന് കാണും. എന്താടി? അസുഖം വല്ല ആണെങ്കി ആ സുഗുനെ വിളിച്ച് ഡോക്ടറിന്റെ അടുത്ത് പോവാൻ പറയണ്ട അമ്മേ. എടി പൊട്ടി, കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്തു മനസ്സിലാക്കാൻ? നീ ഒന്നിനെ പെറ്റൂന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊന്നും കണ്ടാ നിനക്ക് മനസ്സിലാവില്ലേ? എന്താ അവക്ക് ഗർഭ? അല്ലാതെ പിന്നെ സുഖുവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? നീയാണോ വിളിച്ചു പറയേണ്ടത്? അത് അവളെങ്ങാനും വിളിച്ചു പറഞ്ഞോളൂ. ചെലവുകൾ കൂടുവാ. നമ്മുടെ കാശ് വെള്ളത്തിലാവോ? ഹലോ ദേവു, ചേച്ചിയാ? ആ ചേച്ചി, ഞാൻ ദാ ഇപ്പൊ അങ്ങോട്ട് വിചാരിച്ചേ ഉള്ളൂ ഒന്നങ്ങോട്ട് വിളിച്ചാലോ എന്ന്. പിന്നെ തോന്നി ഇനി വേറെ ആരെങ്കിലും ഫോൺ എടുക്കുന്നെങ്കിൽ വെറുതെ എന്തിനാ അന്നത്തെ പോലെ. പറ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമുണ്ട്. എന്താ ചേച്ചി? ഒരു വിശേഷം ഉണ്ടെന്ന്. നല്ലൊരു വിശേഷം. സത്യമാണോ ചേച്ചി? സത്യം.